എൻ്റെ പേര് ബാഹുലേനാണ്. ധനുവച്ചൂർ സ്വദേശിയാണ്. ദേശീയ ഗായികരമാണ്. ഞാനിപ്പോൾ ഈ ലൈവിൽ വരാൻ കാരണം ധനുവച്ചൂരും പ്രദേശത്ത് മോഷണം വഷളാക്കുന്നുണ്ട്. വൈദ്യംപ്ലാവ് പ്രദേശത്താണ് മോഷണം. ഇടവഴികൾ കേന്ദ്രീകരിച്ചാണ് മോഷണം. പകൽ ആണ് ഇവരെ താവളമെന്ന് നമുക്ക് പറയാം. മോഷണ സമയം എന്ന് പറയാം. ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെയാണ് താവളം എന്ന് പറയും. ഇടവഴികൾ കേന്ദ്രീകരിച്ചാണ് മോഷണത്തിന് നിൽക്കുന്നതായി സ്ത്രീകൾ നമ്മളോട് പറഞ്ഞ്. അതാണ് നമ്മൾ ഈ ലൈവിൽ വരാൻ കാര്യം. സ്ത്രീകൾക്കെല്ലാം പേടിയായിട്ടുണ്ട്, പേടി സ്വപ്നമായിട്ടുണ്ട്. ധനുവച്ചൂരും കോളേ റോട്ടിൽ നിന്നും വന്ന് NSS സ്കൂളിന്റെ അവിടെ കൂടിയുള്ള ഇടവഴിയാണ്. അന്ന് ധനുവച്ചൂരത്തേക്ക് വീണ്ടും കയറുന്നു. ആ വഴിയിലാണ് ഈ കള്ളന്മാരുടെ പല സ്ഥലത്തുള്ളവർ ഇവിടെ കാണുന്നുണ്ടെന്ന് തന്നെ പറയുന്നുണ്ട്. ഇവരെ വിശ്വസിക്കാൻ പാടില്ല. വീടുകളിൽ നിന്നും ആളുണ്ടോ എന്ന് നോക്കുന്നുണ്ട്, പോകുന്നുണ്ട്. പലരും മരുന്നെന്ന് പറഞ്ഞ് വരുന്നുണ്ട്. ഇങ്ങനെ പല സ്ഥലത്തിനും വരുന്നുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെ ഒരു സംഭവം സ്ത്രീകൾക്ക് രാത്രി പോലും പേടിയായിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സ്ത്രീകൾ പറഞ്ഞുകൊണ്ടാണ് ഈ വാർത്ത ഇപ്പോൾ ലൈവിൽ ചെയ്യുന്നത്. അത് ധനുവച്ചൂരം ഗേൾസ് ഹൈസ്കൂളിനും ബോയ്സ് ഹൈസ്കൂളിനും മധ്യദൂരത്തൂടി അപ്പുറത്തൂടി പെയ്യാം, ധനുവച്ചൂരത്തേക്ക് കയറാം. ഇപ്പുറത്തൂടി വന്ന കോളേജ് റൂട്ടിൽ കയറാം. രണ്ട് സൈഡും മതിലാണ്. ഈ മതിന്റെ അപ്പുറം മോട്ടിച്ചോണ്ട് അപ്പുറം ചാടിയ പിന്നെ അവനെ പിടി കിട്ടത്തില്ല. അവ ഏത് വഴിക്ക് ഓടി രക്ഷപ്പെടാം. ഒളിച്ചിരിക്കാൻ നല്ല താവളമുള്ള സ്ഥലമാണ്. ഈ മതിലുണ്ട്. മതിന്റെ ഇപ്പുറത്ത് ഒളിച്ചിരുന്നാലും അറിയില്ല. അങ്ങനെ വഴി നടക്കുന്ന വീടുകളും കുറവാണ്. ആ സൈഡാണ്. മോഷണം പരമ്പര തുടരുമെന്നുള്ള ഒരു ഇത് നമ്മൾ കാണുന്നുണ്ട് രാത്രി കാലങ്ങളിലും പകലും. അതുകൊണ്ട് എല്ലാവർക്കും പേടിയാണ്, പേടി സ്വപ്നമായിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അന്വേഷണം ഉണ്ടാകണമെന്നാണ് നമുക്ക് പറയാം. പോലീസ് ഈ സ്ഥലത്ത് എത്തണം, അന്വേഷണം ഉണ്ടാകണം. പകൽ സമയങ്ങളിൽ ആര് നിന്നാലും വിദ്യാർത്ഥികളോ കോളേജ് വിദ്യാർത്ഥികളോ ഇതൊക്കെ ഉണ്ടാക്കി സംശയമുണ്ട് ആൾക്കാർക്ക്, നാട്ടുകാർക്ക്. അങ്ങനെ ഒരു സംഭവം ധനുവച്ചൂർത്ത് ഉണ്ടായിട്ടുണ്ട്. മോഷണ പരമ്പര തുടരുന്നുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു. വൈദ്യംപ്ലാവത്ത് പ്രദേശത്തു നിന്നും ധനുവച്ചൂർത്ത് പോകുന്നു, ധനുവച്ചൂർത്ത് മോഷണം നടക്കുന്നു. ചിലയിടത്ത് വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടക്കുന്നതായി പരാതി ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ലൈവിൽ വരാനുള്ള കാര്യം. എല്ലാവരും ഇതിൽ സഹകരിക്കുക. നാട്ടുകാരെല്ലാം പറയുന്നുണ്ട് ബാഹുൽ എന്താണ് വാർത്ത കൊടുക്കാത്തത്. ഇനിയിപ്പം പല വാർത്തകളും നമ്മളിതാ എത്തിക്കാൻ പോകണം. നാളെ തൊട്ട് പരമ്പര തുടങ്ങാൻ പോകണം. ധനുവച്ചൂർത്തുള്ള മോഷണ കേസിലെ പരമ്പരയുടെ ഒരു സൂചനയാണ് നമ്മൾ ഇത് ആദ്യമായിട്ടൊരു കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പരമ്പര തുടങ്ങാൻ പോകുന്നുണ്ട്. അവിടുത്തെ എന്താണ് പ്രശ്നം, രാത്രി പകൽ 11 മണി 10 മണി ഈ സ്ഥലത്തൊന്നും ആളൊന്നുമില്ല. എല്ലാവരും തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്നതിനെ നമുക്ക് പറയാം. സ്ത്രീകളെല്ലാം പിന്നെ ചില വീട്ടുകളിൽ മാത്രമേ സ്ത്രീകൾ ഉള്ളൂ എന്ന് പറയും. അവർക്കും പേടിയായിരിക്കുന്നു. കഥവും പൂട്ടിയാണ് ഇരിക്കണെന്ന് പറയാം. പലയിടത്തും ഈ റോഡിൽ ആൾക്കാർ പോകുന്നു. ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് ചാടാം, അതിൽ താഴോട്ട് പോയി അങ്ങോട്ട് ഇടവഴികളുണ്ട്, വയലിന്റെ അരയിലേക്ക് പോകാം. പല റൂട്ടിൽ നിന്നും മോട്ടിക്കാൻ നല്ലൊരു അവസരമുള്ള ഒരു റൂട്ടാണെന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് ഈ ഇടവഴികൾ കേന്ദ്രീകരിക്കുന്നവര് പോലീസും റൂട്ടിൽ കിടക്കുന്നുണ്ട്. അന്വേഷിക്കുക, അന്വേഷണം ഊർജിതമാക്കണം. നമ്മൾ നാളെ മുതൽ പരമ്പര തുടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ആരാണ് ഇതിന്റെ പിന്നില്, എവിടെ നിന്നാണ് വരുന്നത്, ആൾക്കാരെത്തുന്നത്, അതെല്ലാം നമ്മളൊന്ന് കവർ ചെയ്തിട്ട് അതിന്റെ ഓരോ ദിവസത്തെ വാർത്ത ലൈവായിട്ട് എൻ്റെ വാർത്ത നൽകുന്നതാണ് പ്രേക്ഷകരെ മുന്നിൽ. ഏറ്റവും കൂടുതൽ 50,000 പേരെ ചിലപ്പോൾ നമ്മളെ വാർത്ത കാണുന്നുണ്ട്. അത് വളരെ നന്ദിയുണ്ട്. നമ്മൾ കൊടുക്കുന്ന ആശൻ ഉണ്ടാകുന്ന പല വാർത്തകളിലും അത് എൻ്റെ വാർത്തയിൽ അത് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോഴും ബാഹുലം ചെയ്യുന്ന വാർത്തയ്ക്ക് ഫലം ഉണ്ടാവുന്നുണ്ടെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലൈവിൽ വന്നത് എത്രത്തോളം ഷെയർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഷെയർ ചെയ്യുക. ഇങ്ങനെ ഒരു മോഷണ കേസ് വന്ന് സ്ത്രീകളെല്ലാം എന്നോട് പറയുന്നുണ്ട്. അതപ്പോഴും നമ്മൾ പരമ്പര ഇനിയിപ്പോൾ തുടങ്ങുന്നുണ്ട്. ഇതിന്റെ പിന്നിൽ ആരാണ്, എന്താണ് സൂചന, ഇവരെ താവളം എങ്ങനെയാണ്, ഇവർ മോട്ടിക്കുന്ന ഏത് രീതിയിലാണ്, ഇതെല്ലാം നമ്മൾ കവർ ചെയ്തിട്ട് അതിന്റെ രീതിയിൽ തന്നെ അവിടെ നാട്ടുകാർ സ്ത്രീകളുണ്ട്. തൊഴിലുറപ്പ് പദ്ധതി പോകുന്നതുകൊണ്ടാണ് രാവിലെ പോകും, 9 മണിക്ക് പോകും, പിന്നെ വൈകുന്നേരം വീട്ടുകൾ ആളെത്തുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ മോഷണങ്ങൾ ചില വീടുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നതായി പറയുന്നുണ്ട്. അത് നമ്മൾ പാറശാല പോലീസ് ഒന്ന് ശ്രദ്ധിച്ചാലും ഇനിയിപ്പോൾ വിവാദങ്ങൾ ഉടനെ ഉണ്ടാവുമെന്ന് തന്നെ പറയാം. എന്നാൽ അപ്പോഴും നാളെ പരമ്പര തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. എന്താണ് ഈ മോഷണത്തിന്റെ പ്രത്യേകത, നമ്മളുള്ള ആശയങ്ങൾ, ഇതിന്റെ റിപ്പോർട്ടുകൾ സ്ത്രീകൾക്ക് പേടിയായിരിക്കണം എന്നാണ് നമ്മളോട് പറയുന്നത്. അതുകൊണ്ടാണ് ലൈവിൽ പറയാൻ വന്നത്. എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തു നിന്നും ബാഹുലേയൻ.